ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിലെ സ്പെഷ്യലാണ്. ഈ ഒരു കറിയുടെ പേര് തുളിച്ച മുളകൂഷ്യം എന്നാണ്. ഇതിൽ തേങ്ങ പരിപ്പ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല സ്വാദുള്ളൊരു കറിയാണ്. മാത്രമല്ല ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ പാചകം പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള, ഉരുളക്കിഴങ്ങ്, വഴുതിനിങ്ങ, തക്കാളി, ഈ 4 മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ ഇന്നെടുത്തത് 3 സവാള, 3 വഴുതിനിങ്ങ, 3 ഉരുളക്കിഴങ്ങ്, 3 തക്കാളി. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പകുതിയായിട്ട് എടുത്ത് ആദ്യം ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഇന്ന് കുറച്ചധികം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ പാനിലും ചെയ്യാം, പക്ഷെ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. അതിലേക്ക് ഈ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. തക്കാളി ഇടാം. അപ്പം ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഓരോരുത്തരുടെ പ്രഷർ കുക്കർ ഓരോ പോലെ ആയിരിക്കും. ഞാനിതൊരു 2 വിസിലാണ് വേവിച്ചെടുക്കാൻ പോണത്. അപ്പോൾ അത് വേവണ നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 3 സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള സൈസാണ്. അപ്പോൾ നമുക്ക് ചെറിയ മിക്സി ജാറാണ് ആവശ്യം. അതിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. 1-2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്ത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്രേവി വേറെ കഷ്ണം വേറെ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരച്ച് വെച്ച ഈ ചമ്മന്തി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ കൊഴുക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കണ്ട. പിന്നെ അതിന് ഒരുപാട് വെള്ളം വരും. പിന്നെ ആ വെള്ളം നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. നമ്മൾ ഇട്ട് കൊടുത്ത ചമ്മന്തിയുടെ പച്ചവാസന ഒന്ന് പൊയ്ക്കോട്ടെ. കുറച്ച് നേരം ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന്. നമുക്ക് തേങ്ങ വേണ്ട, പരിപ്പ് വേണ്ട, ഒന്നുമില്ലാതെ തന്നെ മിനിറ്റുകൾക്കകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ തുള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ നമ്മളിത് താളിച്ചൊന്നും ഇടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കറിയാണ്. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഈ കറി കഷ്ണങ്ങൾ വേറെ ഗ്രേവി വേറെ നിൽക്കരുത്. രണ്ടും കൂടെ ഒന്നിച്ച് നല്ല കമ്പൈനായിട്ട് ഇരിക്കണം. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഉണ്ടാവണം കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തരിക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ എൻ്റെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.